ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ ചാപ്റ്റർ 4 41ാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഭഗവാൻ പരമമായ ആ ജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ വിശിഷ്ടമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് ദുരിതങ്ങളും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണ് ഈ ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് വഴി കാട്ടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത പാരായണം, ഗീതയുടെ ചാപ്റ്ററുകൾ നമുക്ക് പാരായണം ഒരു ശീലമാക്കാം. അതുകൂടാതെ ദിവസേന ഒരു ശ്ലോകങ്ങളൊക്കെ എടുത്ത് നമുക്കത് എന്താണ് പറയുന്നത് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഒരു ഉപദേശ രൂപേണ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനും വേണ്ട ആ ഒരു എന്തൊക്കെയാണ് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്നുള്ള കൃത്യമായ ഉപദേശം നൽകുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത പാരായണം നമുക്കൊരു ശീലമാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം ഒക്കെ നോക്കിക്കൊണ്ട് ആ ഒരു ഗ്രന്ഥപരിചയം അത് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഈ സമൂഹത്തിന്. അപ്പോൾ 41ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. 41 ശ്ലോകം, ചാപ്റ്റർ 4 ഭഗവത്ഗീത, ജ്ഞാനകർമ്മ സന്യാസയോഗം. അപ്പോൾ 41ാമത്തെ ശ്ലോകം എന്താ പറയണമെന്ന് നോക്കാം. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയാം. ഒരിക്കൽ കൂടെ ശ്ലോകം ചൊല്ലാം. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയാം. അപ്പം ധനഞ്ജയ എന്നാണ് ഇവിടെ അർജുനെ വിളിക്കുന്നത്. അപ്പോൾ അല്ലയോ അർജുന, അല്ലയോ ധനഞ്ജയ, യോഗസന്യസ്ത കർമാണം, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ച, അതായത് അജ്ഞാനത്തെ നശിപ്പിക്കുക, പിന്നെ അതുപോലെ കർമ്മ മാർഗത്തിലൂടെ തന്നെ ഫലാസക്തി കൂടാതെ പല കർമ്മങ്ങളും ചെയ്യുമ്പോൾ അത് ഭഗവാനിലേക്ക് ഒരു യോഗമാണ്. അതിനാണ് യോഗം എന്ന് പറയുക. യോഗ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് പലതരം ആസനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആ ഒരു മനസ്സ് അർപ്പിച്ച് ചെയ്യുമ്പോൾ അതും ഒരു ഭഗവാനെ അറിയാൻ ഗ്രാജ്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് യോഗം എന്ന് പറയുന്നത്. ഇനി യോഗസന്യസ്ത കർമ്മണം, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ച, കർമ്മം ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മത്തെ സന്യസിക്കുക എന്നൊക്കെ പറയുക. അതുപോലെ കർമ്മത്തിൻ്റെ ഫലത്തെ വിടുക, അതാണ് കർമ്മത്തെ സന്യസിച്ച എന്ന് പറയുന്നതിന് അർത്ഥം. അതുപോലെ ജ്ഞാനസംഛിന്ന സംശയം, ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ച, ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സംശയങ്ങളില്ലാതെ വരുള്ളൂ. അപ്പോൾ അറിവ് കൊണ്ട് മാത്രമേ അറിവില്ലായ്മയെ നശിപ്പിക്കാൻ പറ്റൂ. ആ അറിവ് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. സംഛിന്ന സംശയം, സംശയം അജ്ഞാനമാണ്. ആ അജ്ഞാനമാകുന്ന സംശയത്തെ മുഴുവനും ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു സംശയങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് ഒരു നല്ല സുഖമുള്ള ഒരു ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആത്മബന്ധം, ആത്മലാഭം ഉണ്ടായ മഹാത്മാവിനെ ആത്മബന്ധം കർമാണി ന നിബന്ധന്തി, അതായത് കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ അയാൾക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിന് കാരണം അയാൾ അവിടെ സംശയങ്ങൾ, പല കാര്യങ്ങളിലുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കാത്തത് കൊണ്ട് ആ ഒരു എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നോ എന്തിനാണ് ചെയ്യുന്നതെന്നോ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് ആത്മജ്ഞാനം എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ്, ഭഗവാൻ എന്താണെന്നുള്ള ശരിയായിട്ടുള്ള അറിവ്, പ്രപഞ്ചം എന്താണെന്നുള്ള ഒരു ശരിയായിട്ടുള്ള അറിവ്, ഇതൊക്കെ ആ അറിവിനെയാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ
വന്തം എന്ന് പറയുന്നത്. ആത്മലാഭമുണ്ടായ മഹാത്മാവ്. ആ ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണ് ജീവിതം സുഖമാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടതും. അങ്ങനെ നേടിയെടുത്ത ആ മഹാത്മാവിനെ കർമാണി ന നിബന്ധന്തി, കർമ്മങ്ങൾ ഒരിക്കലും ബന്ധിക്കുന്നില്ല. അപ്പോൾ ആത്മജ്ഞാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ ഒരു സമൂഹം എന്തുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അയാളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ പ്രവൃത്തിയും കൂടുതൽ വാസനകൾ അയാളിൽ ഉണ്ടാക്കും. ആ വാസനകൾ അതിലൂടെ കിട്ടുന്ന വാസനകൾ വീണ്ടും പല കർമ്മങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഫലാസക്തി ഇല്ലാതെ ചെയ്യണമെന്ന് ഒരുപാട് ശ്ലോകങ്ങളിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്, അപ്പോൾ ഇതാണ് ആ ഒരു വാക്കുകളുടെ അർത്ഥം. അതായത് ധനഞ്ജയ അർജുന യോഗസന്യസ്ത കർമ്മണം, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ച് ജ്ഞാനസംഛിന്ന സംശയം, ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ച് ആത്മബന്ധം ആത്മലാഭമുണ്ടായ മഹാത്മാവിനെ കർമാണി ന നിബന്ധന്തി, കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. അതായത് ഫലാസക്തി ഉപേക്ഷിക്കണം എന്നും നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഫലത്തെ മാത്രം വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് തന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നും, ആസക്തി കൂടാതെ ധർമ്മം ചെയ്ത് എല്ലാത്തിനോടും ആസക്തി, എല്ലാത്തിനോടും പോയി ഒട്ടിപ്പിടിച്ച് നമ്മുടെ ധർമ്മം ചെയ്യുന്നത്, ധർമ്മമാർഗത്തിലൂടെ നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ചെയ്യുമ്പോഴും അതിലൊരു ആസക്തി പാടില്ല. അതിനോടൊന്നും ഒട്ടിച്ചേരാതെ വേണം നമ്മൾ ഒട്ടലില്ലാതെ ജീവിക്കുക എന്ന് പറയും. എല്ലാ സംശയങ്ങളും വെടിഞ്ഞ്, ആ സംശയങ്ങൾ വെടിയാനാണ് ആത്മജ്ഞാനം നേടുക എന്ന് പറയുക. അങ്ങനെ ലക്ഷ്യത്തിൽ തന്നെ മനസ്സ് ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ ജീവാത്മാവിന് ഒരു അനുഭവം ഉണ്ടാവും. അതായത് ഈ ജീവൻ അല്ലെങ്കിൽ ഈ ജീവാത്മാവ് തന്നെയാണ്, ജീവൻ തന്നെയാണ് ആത്മാവ് എന്നുള്ള ആ ഒരു ആത്മജ്ഞാനം ഉണ്ടാവുന്നു. ആ ആത്മജ്ഞാനം ഉണ്ടാവുമ്പോൾ അയാളെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. അയാൾക്ക് ദുഃഖദുരിതങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ? നമ്മളെ കർമ്മങ്ങൾ ബന്ധിക്കാതിരിക്കണമെങ്കിൽ കർമ്മങ്ങൾ ഫലാസക്തി കൂടാതെ ചെയ്യണം, ധർമ്മമനുസരിച്ച് ജീവിക്കണം. ധർമ്മമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛന് ചെയ്യേണ്ട, മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയായിട്ട് നിർവഹിക്കുമ്പോഴാണ് ധർമ്മമനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുക. പിന്നെ അതുപോലെ ധർമ്മമനുസരിച്ച് അപ്പോൾ കർമ്മങ്ങൾ ചെയ്യണം, ഫലാസക്തി കൂടാതെ ചെയ്യണം. ഫലം മാത്രം ഇച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ അത് അത്രയ്ക്ക് അതിൻ്റെ നല്ല ഗുണങ്ങൾ ലഭിക്കില്ല എന്നും, പിന്നെ അതുപോലെ ധർമ്മത്തിലൂന്നിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. ധർമ്മത്തിലൂന്നിയ ജീവിതം എല്ലാവരും നയിക്കുകയാണെങ്കിൽ ഈ ലോകം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ലോകം ഇന്ന് ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നതിന് കാരണം എന്താ? ധർമ്മമാർഗത്തിൽ നിന്ന് പല ആളുകൾ വ്യതിചലിച്ചുകൊണ്ട് അവരവരുടെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ലോകത്തിലിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്നൊരു ഭാവം പോലും വേണ്ട എന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർമ്മഫലം ഒരുപാട് വാസനകളിലേക്ക് നമ്മളെ എത്തിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാവന ഇല്ലാതെ അഹങ്കാരം വെടിഞ്ഞ് ഓരോന്നും ചെയ്യുമ്പോൾ അത് വാസനകൾ കുറയ്ക്കും, വാസനാക്ഷയം സംഭവിക്കും. വാസനകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളിന് നമുക്ക് വേണമെങ്കിൽ വാസനകളെന്ന് പറയാം. ആ ദുരിതങ്ങൾ കുറയും. അങ്ങനെ സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ ഓരോന്നും ചെയ്യാൻ പഠിക്കണം എന്നാണ് ഗീത പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു സ്വപ്നത്തിൽ പലതും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചീത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ ആ ചീത്ത പ്രവൃത്തി നമ്മളല്ലല്ലോ ചെയ്തത് എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ല മോശമായ കാര്യം ചെയ്യുമ്പോഴും ഒക്കെയും ഇത് ഞാൻ അല്ല ചെയ്തെന്നുള്ള ഒരു ഭാവത്തിൽ എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ കർമ്മത്തിലൂടെ വരുന്ന പല ബുദ്ധിമുട്ടുകൾ വാസനാരൂപത്തിൽ ഇരിക്കുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കും.
എന്നാണ് പറയുന്നത്. അങ്ങനെ ദുരിതങ്ങൾ, അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വാസനാരൂപത്തിൽ നമ്മളെ ദുരിതങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ദുരിതങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കും. ദുരിതങ്ങളുടെ അളവ് കുറയണമെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ സമർപ്പണ ഭാവത്തിൽ ചെയ്യണം. ഏത് കർമ്മവും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ ജീവൻ ആത്മഭാവത്തിലേക്ക് ഉണരുമെന്നും, അതാണ് ജീവാത്മാവിന് ആത്മജ്ഞാനം ഉണ്ടാകുന്നു. ശരിയായിട്ടുള്ള ജ്ഞാനം, അത്രയും നമുക്ക് ഓർത്താൽ മതി. അപ്പോൾ കർമ്മങ്ങൾക്ക് പിന്നെ നമ്മളെ ബന്ധിക്കാനാവില്ല. കർമ്മങ്ങളിപ്പോൾ നമ്മളെ പലതിലും ബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബന്ധനം ഒഴിവായി കിട്ടുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ആനന്ദവും അതുപോലെ കൈവല്യവും മോക്ഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും എന്നും ഭഗവാൻ ഉപദേശിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.